ഹായ് മക്കളെ, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ സെയിം നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അടുത്ത വർഷത്തെ നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിലെ മറ്റേത് സെൻറ്ററിൽ നിങ്ങൾ പോയി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള റിസൾട്ടിനേക്കാൾ നല്ല റിസൾട്ട് ഉണ്ടാക്കി തരാനുള്ള മെത്തേഡ് CM അക്കാഡമിയുടെ കയ്യിലുണ്ട്. കൂടുതൽ ഡയലോഗും വർത്താനൊന്നുമില്ല. 100 വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് 30ഓളം വിദ്യാർത്ഥികൾ MBBS കിട്ടി പോവാറുണ്ട്. അത്രയും നല്ലൊരു ഗ്ലാമറസ് റിസൾട്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവകാശപ്പെടാനാവില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. കൂടുതൽ ചോദ്യം വർത്താനൊന്നുമില്ല. താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ഒരുപാട് നെയിം റിയാക്ഷൻസ് ഉള്ള ചാപ്റ്ററാണ് ഈ പറയുന്ന ആൽഡിഹൈഡ് കീറ്റോൺ. റോസൻമൺസ് റിഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ റിയാക്ഷൻസിലും ഞാൻ ഈ പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. ഒരു റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വേണം, ഇക്വേഷനും വേണം. സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതാമെന്ന് അറിയോ? ഇങ്ങനെ പ്രിപ്പറേഷൻ, ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഡാഷ് ഫ്രം ഡാഷ് ബൈ യൂസിങ് ഡാഷ്. ഇതാണ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ് റിയാക്ഷൻ എന്നുള്ളത് നിങ്ങൾ കാണാൻ പഠിക്കുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ആക്കാനുള്ള ഡയലോഗ് ഒരു സ്ട്രക്ചർ അതാണ്. റോസൻമൺസ് റിഡക്ഷൻ എന്തായിരുന്നു? ആസിഡ് ക്ലോറൈഡ് RCOCl എന്തായി മാറലാണ്? ആൽഡിഹൈഡ് ആയി മാറലാണ് ബൈ യൂസിങ് പലേഡിയം BaSO4 ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട്. പലേഡിയം BaSO4ൻ്റെ പേരാണ് ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഈ 8 സ്ലൈഡിൽ ആദ്യത്തെ 8 സ്ലൈഡിലുള്ള ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. മോനെ അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. പ്രൊഡക്റ്റ് ആരാ നമുക്കറിയാലോ. ഫ്രം ആസിഡ് ക്ലോറൈഡ് ബൈ യൂസിങ് വാട്ട്? ലിൻഡ്ലേഴ്സ് കാറ്റലിസ്റ്റ്. ഇങ്ങനെയാണ് ഓരോ റിയാക്ഷനെയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഡയലോഗ് എഴുതിയതിന് ശേഷം ഈ റിയാക്ഷൻ്റെ ഇക്വേഷനും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറക്കാൻ കഴിയില്ല. എക്സ്പ്ലെയിൻ സ്റ്റീഫൻസ് റിഡക്ഷൻ. സയനൈഡിനെ SnCl2/HCl യൂസ് ചെയ്തിട്ട് ആൽഡിഹൈഡ് ആക്കി മാറ്റലാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. അപ്പോൾ ഡയലോഗ് എങ്ങനെയാണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ഫ്രം സയനൈഡ് ഓർ നൈട്രൈൽ. സയനൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് നൈട്രൈൽ ബൈ യൂസിങ് SnCl2/HCl. ഇറ്റാഡ്സ് റിയാക്ഷൻ എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്ന ആളാണ്. ടൊളുവിനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാണ് ബെൻസാൽഡിഹൈഡ്. അതിൻ്റെ റിയേജൻറ്റ് CrO2Cl2CS2. കാണാതെ പഠിച്ചു കഴിഞ്ഞവർക്കൊരു റീകോൾ ആവാനും അല്ലാത്തവർ പഠിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. 15 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത്. പഠിച്ചിട്ടില്ലാത്തവർ ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞ് തീരുമ്പോഴേക്ക് 20 മിനിറ്റോ 30 മിനിറ്റോ അവർക്ക് ഇത് പോസ് ചെയ്ത് എഴുതിയെടുക്കാൻ ടൈം ചിലവാകും. അങ്ങോട്ട് പോട്ടെ, പഠിക്ക്. എക്സ്പ്ലെയിൻ ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനാണ്. ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് 4 വളരെ പ്രധാനപ്പെട്ട റിയേജൻ്റ് മസ്റ്റ് ട്രൈ ആണ്. കാർബൺ മോണോക്സൈഡ് HCl, CuCl, അൻഹൈഡ്രസ് AlCl3. 4 പേരും ഉണ്ടാവണം. ചിലപ്പോൾ CuCl കാണാറില്ല, എന്നാലും ഈ റിയാക്ഷൻ ഇത് തന്നെയാണ് ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. അപ്പോൾ ചിലപ്പോൾ കാണാറില്ല പറഞ്ഞാൽ ഈ റിയാക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ CuCl ഇല്ല എങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട എന്നാണ് അതിനർത്ഥം. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റിഡക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ആൽഡിഹൈഡും കീറ്റോണും ഇവിടെ റിയാക്ട് ചെയ്യും. രണ്ടാണെങ്കിലും അവിടെ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. വോൾഫ് കിഷ്ണർ ആണെങ്കിൽ ഹൈഡ്രസീൻ KOH ആണ് യൂസ് ചെയ്യേണ്ടത്. ഹൈഡ്രസീനെ NH2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. KOH യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും റിഡക്ഷൻ നടക്കും. എന്നിട്ട് ആൽഡിഹൈഡ് എന്ന ഭാഗം CH3 ആയിട്ട് മാറും, കീറ്റോൺ എന്ന ഭാഗം CH2 ആയിട്ട് മാറും. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ആൽഡിഹൈഡ് CH3യും കീറ്റോൺ CH2വുമായി മാറുന്ന റിയാക്ഷനാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇതേ റിയാക്ഷൻ നടത്താൻ പറ്റുന്ന വേറൊരാളുണ്ട്. അയാളുടെ പേരാണ് ക്ലെമൻസൻസ് റിഡക്ഷൻ. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ Zn-Hg/HCl ആണ് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് മാത്രം. Zn-Hg/HCl വിളിക്കുന്നത് സിങ്ക് അമാൽഗം HCl എന്നാണ്. സിങ്ക് അമാൽഗം. അപ്പോൾ ആൽഡിഹൈഡ് ഇവിടെയും CH3 ആയിട്ട് മാറും. ആൽഡിഹൈഡ് CH3 ആയിട്ട് മാറും. കീറ്റോണ് CH2CR ആയിട്ട് മാറും. അപ്പോൾ ചേഞ്ച് വരുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. CHO എന്ന ഗ്രൂപ്പ് CH3 ആയി മാറും. CO എന്ന ഗ്രൂപ്പ് CH2 ആയി മാറും. അതിന് ഉപയോഗിക്കുന്ന റിയേജൻ്റ് രണ്ടെണ്ണമാണ്. ഒന്നിരിക്കൽ സിങ്ക് അമാൽഗം HCl അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഹൈഡ്രസീൻ KOH. ഇയാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്ലെമൻസൻസ് റിഡക്ഷൻ, മറ്റാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ? ആൽഡോൾ കണ്ടൻസേഷൻ്റെ കണ്ടീഷൻ ഓർക്കണേ. 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം. പ്രസൻസ് ഓഫ് 2 ആൽഫ ഹൈഡ്രജൻ. ഓക്കെ, അതിൻ്റെ റിയേജൻ്റ് ആരാണെന്ന് നോക്കണേ. റിയേജൻ്റ് NaOH ആണ് അല്ലെങ്കിൽ KOH ആണ്. ഏതെങ്കിലുമൊക്കെ ഒരു ഡൈല്യൂട്ട് ആൽക്കലിയാണ്. അപ്പോൾ നോക്കിയേടാ, 2 മോളിക്യൂൾ എഥനാൽ തന്നു അഥവാ അസറ്റാൽഡിഹൈഡ് തന്നു. NaOH ഉണ്ട്. പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു. മോനെ NaOH കണ്ടാൽ
റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷനോ അല്ലെങ്കിൽ കെനിസാരോ റിയാക്ഷനോ ആയിരിക്കും. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ ആണോ കെനിസാരോ റിയാക്ഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പായ CHO അറ്റാച്ച് ചെയ്ത ഈ കാർബണിൻ്റെ പേരാണ് ആൽഫ. അവിടെ ഹൈഡ്രജൻ ഉണ്ടോ നോക്കുക, ഉണ്ടല്ലോ, അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അവിടെ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് കെനിസാരോ റിയാക്ഷൻ ആണ്. അടുത്ത സ്ലൈഡിൽ ഞാൻ കെനിസാരോ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എഴുതുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 2 അസറ്റാൽഡിഹൈഡ് ഇല്ലേടാ, CH3CHO, അത് 2 തവണ എടുത്ത് എഴുതുക. CH3CHO CH3CHO എന്ന് 2 തവണ എടുത്ത് എഴുതുക. ഓക്കെ, 2 തവണ എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് ഒന്നാമത്തെ മോളിക്യൂളിലെ, ഈ ഡയലോഗ് ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ മോളിക്യൂളിലെ ഓക്സിജനും രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യും. ഇതാണ് ഓർക്കേണ്ടത്. ഫസ്റ്റ് മോളിക്യൂളിലെ ഓക്സിജനും സെക്കൻഡ് മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് പോകും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക നോക്കിയേ, ഇവിടെ CH3CHO എന്നതിൽ ഓക്സിജൻ പോയാൽ CH3CH എന്ന് ബാക്കി ഉണ്ടാവും. അപ്പുറത്ത് CH3 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 ഹൈഡ്രജൻ പോയാൽ ബാക്കി CH എന്ന് മാത്രം ബാക്കി ഉണ്ടാവും. ഈ CHO അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അവർക്കിടയിൽ ഒരു പുതിയ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാനുള്ള എളുപ്പവഴിയാണ് ഫസ്റ്റ് കോമ്പൗണ്ടിലെ ഓക്സിജനും സെക്കൻഡ് കോമ്പൗണ്ടിലെ 2 ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുക. എക്സ്പ്ലെയിൻ കെനിസാരോ റിയാക്ഷൻ. എടാ, കെനിസാരോ റിയാക്ഷൻ്റെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, ബെൻസാൽഡിഹൈഡ്. ബെൻസീൻ റിങ്ങിൽ എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്തല്ലേ ഈ CH അവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇനി എന്തില്ല? നോ ആൽഫ ഹൈഡ്രജൻ. അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ അവിടെയും റിയേജൻ്റ് ആയിട്ട് NaOH അല്ലെങ്കിൽ KOH ആണ് യൂസ് ചെയ്യുക. 2 മോളിക്യൂൾ വേണം. അതൊക്കെ സെയിം ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റ് ഭയങ്കര ഡിഫറൻറ്റാണ്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് അറിയോടാ? 2 മോളിക്യൂളിൽ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷൻ നടക്കും. എടാ, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ എന്താ കിട്ടുക? കാർബോക്സിലിക് ആസിഡ് കിട്ടും. മറ്റൊരു മോളിക്യൂളിന് റിഡക്ഷൻ നടക്കും. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റൊരാൾക്ക് റിഡക്ഷനും നടക്കും. ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അങ്ങനെ ഒരാൾ ഓക്സിഡേഷനും മറ്റൊരാൾ റിഡക്ഷനും നടക്കുന്ന ഈ റിയാക്ഷൻ്റെ പേരാണ് ഏത്? കെനിസാരോ റിയാക്ഷൻ. ഇവിടെ സ്ഥിരം ചോദിക്കുന്ന വേറൊരു എക്സാമ്പിളാണ് HCHO. കണ്ടോ, HCHOയിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല, ആൽഫ കാർബൺ തന്നെ ഇല്ല. അപ്പോൾ വൺ ഓഫ് ദി മോളിക്യൂൾ വിൽ അണ്ടർഗോ ഓക്സിഡേഷൻ HCOOH ആൻഡ് അതർ മോളിക്യൂൾ വിൽ അണ്ടർഗോ റിഡക്ഷൻ HCH2OH. HCH2OH എന്ന് പറഞ്ഞാൽ CH3OH എന്നും വേണമെങ്കിൽ അതിനെ പറയാം. CHO എന്ന ഈ ഗ്രൂപ്പിന് മാത്രം ചേഞ്ച്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ആരോ മാർക്കിന് മുകളിൽ NaOH KOH കാണും. എടാ, 8 സ്ലൈഡുകളിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിയാക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്. സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് അതവിടെ നിന്നോട്ടെ. ഷോ ദി ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ന്യൂക്ലിയോഫിലിക് അഡീഷൻ. എടാ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെറിക് എഫക്റ്റ് ആണ്. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് എവിടെയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അവിടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കില്ല. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതാ ഞാനിവിടെ വരയ്ക്കാൻ പോവാണ്. ഇയാൾ CH3CHO, CH3C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതാരടാ രണ്ടാമത്തെ ആൾ? CH3C ഡബിൾ ബോണ്ട് CH3. അടുത്തതാരാ? HC ഡബിൾ ബോണ്ട് OH. ഇനി പറ, സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൈസ് കൊണ്ടുണ്ടാകുന്ന തിക്കും തിരക്കും എന്നാണ് അർത്ഥം. CH3 ഒരു വലിയ ഗ്രൂപ്പാണ്, H ഒരു ചെറിയ ഗ്രൂപ്പാണ്. ഇവിടെ 2 ഭാഗത്തും CH3 വലിയ ഗ്രൂപ്പുകളാണ്, ഇവിടെ 2 ഭാഗത്തും ചെറിയ ഗ്രൂപ്പാണ്. ഞാൻ ഇതിനെ A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും പേര് വിളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരാ? സ്റ്റെറിക് എഫക്റ്റ് ഏറ്റവും കുറവുള്ള ആളാണ്. അതാരാ? 2 ഭാഗത്തും H ഉള്ളവൻ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് C ആണ്, പിന്നെ റിയാക്റ്റീവ് A ആണ്, ഏറ്റവും കുറവ് റിയാക്റ്റീവ് B ആണ്. കാരണം അതിൻ്റെ 2 ഭാഗത്തും ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവുക. ഈ ആൻസറിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ഈ പറഞ്ഞ ഡയലോഗ് നേരെ ഇംഗ്ലീഷ് വൽക്കരിക്കുക. എന്താണ്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെറിക് എഫക്റ്റ് ആൻഡ് ഇൻ അസറ്റാൽഡിഹൈഡ് ദർ ഈസ് ഓൺലി വൺ ആൽക്കൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ കോമ്പൗണ്ടിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തിൽ ആൽക്കൈൽ ഗ്രൂപ്പില്ല, ചെറിയ ഹൈഡ്രജനാണ്, അവിടെ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥ പറയുക. മോനെ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബണൈൽ ഗ്രൂപ്പ്. സത്യമാണ്. റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ തരംതിരിക്കാനുള്ള 2 ടെസ്റ്റാണ്. ഒന്ന് ടൊളൻസ് ടെസ്റ്റ്, മറ്റൊന്ന് ഫെലിങ്സ് ടെസ്റ്റ്. ടൊളൻസ് റിയേജൻറ്റും ഫെലിങ്സ് റിയേജൻറ്റും ഉപയോഗിച്ച് നമുക്ക് ആൽഡിഹൈഡ് കീറ്റോണുകളെ തരംതിരിക്കാം. രണ്ടിലും ആൽഡിഹൈഡേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആൽഡിഹൈഡിലേക്ക് ഞാൻ ടൊളൻസ് റിയേജൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ RCOO- AGയുമായിട്ട് 2 പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. ടൊളൻസ് റിയേജൻറ്റിന് പകരം ഫെലിങ്സ് റിയേജൻ്റ് ആണ് ആൽഡിഹൈഡിലേക്ക് ഇടുന്നതെങ്കിൽ റിയാക്ഷനൊക്കെ സെയിം തന്നെ, RCOO- പക്ഷേ ബൈ പ്രൊഡക്റ്റ് Cu2O എന്നായിരിക്കും.
അപ്പോൾ ഈ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് സിൽവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാൾ ആൽഡിഹൈഡാണ്. ഈ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് Cu2O ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ്. അതുണ്ടായി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ആൽഡിഹൈഡാണ്. നേരെ മറിച്ച് ടൊളൻസ് റിയേജൻറ്റും ഫെലിങ്സ് റിയേജൻറ്റും നമ്മൾ കീറ്റോണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. അപ്പോൾ കീറ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോ റിയാക്ഷനാണ്. അപ്പോൾ അതുവഴി നമുക്ക് ആൽഡിഹൈഡ് കീറ്റോണുകളെ തരംതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അവിടെയും കീറ്റോൺ ആണെങ്കിൽ നോ റിയാക്ഷനാണ്. ഹൗ വിൽ യു മേക്ക് ദി ഫോളോയിങ് കൺവേർഷൻസ്? എത്തനോയിക് ആസിഡിനെ എത്തനോൾ ആക്കൽ എങ്ങനെയാണ്? എത്തനോയിക് ആസിഡ് ആരാണ്? CH3COOH. അതിനെ എത്തനോൾ എങ്ങനെയാക്കുക? CH3CH2OH. അപ്പോൾ എന്താ സംഭവിച്ചത്? COOH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CH2OH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് മാറുന്നു. അപ്പോൾ അത് റിഡക്ഷൻ അല്ലേടാ. റിഡക്ഷൻ നടത്താൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൊണ്ടുവരിക എന്നാണ് ചോദ്യം. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇട്ടാൽ മതി. പ്രൊപ്പനോയിക് ആസിഡിനെ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ആക്കണം. ആരാ പ്രൊപ്പനോയിക് ആസിഡ്? CH3CH2COOH. അതിനെ 2-ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ് ആക്കിയാൽ എങ്ങനെ? CH3CHCOOH. ഈ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ വരണം. ഇതാക്കൽ എങ്ങനെയാ? ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദിസ് ഈസ് HVZ റിയാക്ഷൻ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് HVZ റിയാക്ഷൻ. റെഡ് ഫോസ്ഫറസും ക്ലോറിനും കൊടുത്താൽ മതി. ആൽഫ പൊസിഷനിലെ ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഹാലജൻ വരും. അപ്പോൾ ആൽഫ പൊസിഷനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ കൊടുക്കുന്ന റിയാക്ഷൻ്റെ പേരാണ് ഹെൽ-വോളാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ടൊളുവീനെ ബെൻസോയിക് ആസിഡ് ആക്കണം. ടൊളുവീൻ ആരാ? ബെൻസിനെങ്കിൽ CH3. അതിനെ ബെൻസോയിക് ആസിഡ് ആക്കണം. അപ്പോൾ അവിടെ COOH. ഇതിന് പറ്റുന്ന ആളാരാ? KMnO4. അപ്പോൾ KMnO4 ഉണ്ടെങ്കിൽ ബെൻസീൻ റിങ്ങിലെ കാർബണിൽ ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ ഉള്ളതിന് പകരം ഒരു ഹൈഡ്രജനെങ്കിലും ഉണ്ടായാൽ മതി. ബാക്കി എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിനെ കംപ്ലീറ്റ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് COOH എന്ന ഗ്രൂപ്പിനെ കയറ്റാൻ പറ്റുന്ന ആളാണ് KMnO4. എടാ CH2Cl-COOH എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. CH2COOH, ഇവിടെ ഒരു Cl ഉണ്ട്. സ്ട്രോങ് ആസിഡ് ദാൻ CH3COH. അതെ, CH3COHനേക്കാൾ സ്ട്രോങ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എക്സ്ട്രാ വരുന്ന ക്ലോറിൻ ഇല്ലേ, അയാളായിരിക്കുമല്ലോ അതിൻ്റെ റീസൺ. ആ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി അസിഡിറ്റി ആൻഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി അസിഡിറ്റി എന്നതാണ് അതിൻ്റെ റീസൺ. ഹൗ വിൽ യു കൺവേർട്ട് CH3COH ടു CH2Cl-COH? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണ്. HVZ റിയാക്ഷനിലൂടെ കൺവേർട്ട് ചെയ്യാം. എടാ കംപ്ലീറ്റ് ദി ഫോളോയിങ്. ഈ റിയാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇതാ CH3CH2COCHO KMnO4 ആണ്. KMnO4 ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ CHO ഓക്സിഡേഷൻ നടക്കും. CH3CH2 ഓക്സിഡേഷൻ നടന്നാൽ അത് കാർബോക്സിലിക് ആസിഡ് ആകും. ദിസ് ഈസ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നോക്കിക്കേ. ഹൗ വിൽ യു ബ്രിങ് അബൌട്ട് ദി ഫോളോയിങ് കൺവേർഷൻ? ബെൻസമൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ C+ONH2. അതിനെ ബെൻസോയിക് ആസിഡ് ആക്കണം. വളരെ സിമ്പിളാണ് മോനെ. എടാ ഞാൻ ഈ പറയുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിച്ചോ. സയനൈഡ്, അമൈഡ്, ആസിഡ് ക്ലോറൈഡ്, അതുപോലെ എസ്റ്റർ, അതുപോലെ അൻഹൈഡ്രൈഡ്, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നെല്ലാം കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇയാൾ ആരാടാ? അമൈഡാണ്. കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി. ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. നാളെ പിറ്റേന്ന് ഇതിൽ ഏത് ചോദിച്ചാലും ഹൈഡ്രോളിസിസ്. ബെൻസാൽഡിഹൈഡിനെ മെറ്റാ നൈട്രോ ബെൻസാൽഡിഹൈഡ് ആക്കണം. എടാ ഇതാണ് ബെൻസാൽഡിഹൈഡ്, അതിനെ മെറ്റാ നൈട്രോ ബെൻസാൽഡിഹൈഡ് ആക്കണം. മെറ്റാ പൊസിഷനിൽ NO2 ഉള്ള ബെൻസാൽഡിഹൈഡ് ആക്കാൻ സിമ്പിൾ അല്ലേ? ഒരു NO2 ഗ്രൂപ്പ് എക്സ്ട്രാ വരണമെങ്കിൽ ഫ്യൂമിംഗ് HNO3 അഥവാ കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യണം. ഹൗ വിൽ യു ക്യാരി ഔട്ട് ദി ഫോളോയിങ് കൺവേർഷൻ? ടൊളുവിനെ ബെൻസോയിക് ആസിഡ് ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു KMnO4 ആണ്. COOHനെ CONH2 ആക്കണം. അപ്പോൾ ഇവിടുന്ന് OH പോയിട്ട് പകരം NH2 അല്ലേ കയറി വന്നത്. അപ്പോൾ അതിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അമോണിയയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ OH ഇവിടുന്ന് ഒരു H കൂടി വെള്ളമായിട്ടാണ് പോയിക്കോളും. ബാക്കി ഇനി ഇവിടെ NH2 ബാക്കി ഉണ്ടാവും, അത് ഇങ്ങോട്ട് കയറി വന്നോളൂ. കളി മനസ്സിലായില്ലേ? CH3COOHനെ CH3COOCOCH3 അതാരാ? അസറ്റിക് അൻഹൈഡ്രൈഡ്. എടാ ഒരു കാർബോക്സിലിക് ആസിഡിനെ പഠിച്ചോട്ടോ, ഇത് അധികം ആൾക്കാർക്കും അറിയാത്ത സാധനമാണ്. അൻഹൈഡ്രൈഡ് ആക്കണമെങ്കിലുള്ള റിയേജൻറ്റ് മരിച്ചാലും മറക്കരുത് P2O5. ആരാടാ? P2O5. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട ആളാരാണെന്ന് ചോദിച്ചാൽ P2O5. ക്ലിയർ? വിച്ച് among the following does not give red precipitate with Fehling solution? എടാ ഫെലിംഗ് സൊല്യൂഷൻ അഥവാ ഫെലിങ്സ് റിയേജൻറ്റിൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. RCHO അതിൽ പോസിറ്റീവ് ടെസ്റ്റ് തരും. RCOR കീറ്റോൺ നെഗറ്റീവ് ടെസ്റ്റാണ് തരിക. അവിടെ വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞുതരാം. ബെൻസീൻ റിങ്ങിൽ CHO വന്നാൽ സാധാരണ എല്ലാ ആൽഡിഹൈഡും അവിടെ പോസിറ്റീവ് ടെസ്റ്റ് തരുമെങ്കിലും
ബെൻസീൻ റിങ്ങിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ടെസ്റ്റാണ് തരിക. അപ്പോൾ അത് ഫെലിങ്സ് ടെസ്റ്റിൻ്റെ മാത്രം വിശേഷമാണ്. ടൊളൻസ് ടെസ്റ്റിന് അത് ബാധകമല്ല. ടൊളൻസ് ടെസ്റ്റിൽ ഏത് ആൽഡിഹൈഡും പോസിറ്റീവാണ് തരിക. ഫെലിങ്സ് ടെസ്റ്റിൽ കീറ്റോണും അരോമാറ്റിക് ആൽഡിഹൈഡും എന്ത് തരില്ല, പോസിറ്റീവ് ടെസ്റ്റ് തരില്ല. അപ്പോൾ ഫെലിംഗ് സൊല്യൂഷനിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് തരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ എത്തനാൽ, അതൊരു ആലിഫാറ്റിക് ആൽഡിഹൈഡാണ്. ബ്യൂട്ടനാൽ ആലിഫാറ്റിക് ആൽഡിഹൈഡാണ്. പ്രൊപ്പനാൽ ആലിഫാറ്റിക് ആൽഡിഹൈഡാണ്. അവരൊക്കെ തരും. പക്ഷെ ബെൻസാൽഡിഹൈഡ് അരോമാറ്റിക് ആൽഡിഹൈഡാണ്, അത് തരില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. എക്സ്പ്ലെയിൻ ഹാലോഫോം റിയാക്ഷൻ. എടാ, ഒരു C+BO3 എന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രം നടത്താൻ പറ്റുന്ന റിയാക്ഷനാണ് ഹാലോഫോം റിയാക്ഷൻ. അപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ CH3 C+BO3 ഇയാൾ ഈ റിയാക്ഷൻ കാണിക്കും. അപ്പോൾ ഞാൻ ആദ്യം റിയാക്ഷൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നോക്കിയടാ, ഈ റിയാക്ഷനിൽ റിയേജൻറ്റ് ആരാണെന്നറിയോ? ക്ലോറിൻ ബാർ NaOH ആണ്. ക്ലോറിൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഹാലജൻ. എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഇങ്ങോട്ട് പൊട്ടും. എന്നിട്ട് അവിടേക്ക് ഈ ON ഇങ്ങോട്ട് കയറിയിരുന്നോളും. സോ RC+BO ആണ് ഇവിടുത്തെ മെയിൻ പ്രൊഡക്റ്റ്. ബൈ പ്രൊഡക്റ്റ് ഹാലോഫോം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഹാലോഫോം എന്ന് പറഞ്ഞാൽ ജനറൽ വേർഡാണ്. ക്ലോറിൻ വരുമ്പോൾ ക്ലോറോഫോം, ബ്രോമിൻ വന്നാൽ ബ്രോമോഫോം, അയഡിൻ വന്നാൽ അയഡോഫോം. എടാ, CH3 CH2 CH2 C+BO3 ഇതാരാന്ന് നോക്കിയേ? 2 പെൻറ്റനോൺ ആണ്. 2 പെൻറ്റനോൺ. ഇയാൾ ആരാന്ന് നോക്കിയേ? CH3 CH2 C+BO3 ഇതാരാണ്? പേര് പറഞ്ഞേ, 3 പെൻറ്റനോൺ ആണ്. ഇവരെ തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിച്ചേക്കാം. 2 പെൻറ്റനോണും 3 പെൻറ്റനോണും തമ്മിൽ എങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം? എടാ, 2 പെൻറ്റനോണിൽ ഈ ഗ്രൂപ്പ് ഉണ്ട്, 3 പെൻറ്റനോണിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ഇയാളെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഹാലോഫോം ടെസ്റ്റ് മതി. ഇയാൾ പോസിറ്റീവ് ടെസ്റ്റ് തരും, കാരണം ഇവിടെ റിയാക്ഷൻ നടക്കും, ഇവിടെ റിയാക്ഷൻ നടക്കില്ല. നെഗറ്റീവ് ടെസ്റ്റാണ് തരിക. മനസ്സിലായില്ലേ? അപ്പോൾ CH3 C+BO എന്ന ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ മാത്രം കാണിക്കാൻ പറ്റുന്ന റിയാക്ഷനാണ് ഹാലോഫോം ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ചാടി നിന്നോളനെ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.